കണ്ടിടും. മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും. മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. ദൈവം മകളെ കൈവിടുന്ന ദൈവമല്ല. ദൈവം ഈ കഷ്ടങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിടുന്നതിന് പിന്നിലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ടെന്ന് അറിയാം. ദൈവമേ, ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറല്ല. അവരുടെ മകളെ ധൈര്യപ്പെടുത്തണമേ. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് കൊടുക്കണമേ. ഈ നഷ്ടത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സിന് ബലം കൊടുക്കണമേ. ഒരു പ്രത്യാശയുള്ള ഒരു ധൈര്യമുള്ള സമാധാനം ദൈവത്തിന് ആശ്വാസം പ്രിയ സൈന്യമൊക്കെ പ്രാർത്ഥിക്കുന്നു. പ്രിയമോനോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ ഇവരെയും കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. കഴിഞ്ഞ ദിവസം അവരെ ചെന്നൈയിൽ യാത്ര തിരിച്ച് അവരെ ക്ഷേമത്തോടെ ദൈവം കൂട്ടിയെടുത്ത് യാത്രയിലെല്ലാം ദൈവം സൂക്ഷിച്ച് അവരെ സൗഖ്യത്തോടെ കൊണ്ടുപോകുന്നതിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ, മാതാക്കള്, ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാരെ ഒക്കെ കർത്താവെ ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ദൈവം ആശ്വാസത്തിന്റെ കാലം അയക്കണമേ. അവിടുത്തെ ആശ്വാസം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മനസ്സ് തളരുമ്പോൾ, ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഞങ്ങൾക്ക് ആരെങ്കിലും പോകുമ്പോൾ, ഞങ്ങൾ ഈ ഭൂമി തനിച്ചാണെന്ന് ചിന്തിക്കുന്നത് അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം. ദൈവം ഈ ഭവനത്തിൽ അത് പകരണമേ. അവിടുത്തെ മകളിൽ അത് പകരണമേ. ഞങ്ങളിൽ ഓരോരുത്തർക്കും അത് പകരണമേ. ഞങ്ങളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഈ ഭവനത്തിൽ നിന്നും ഞങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക് മാറിപ്പോകും. അവിടുത്തെ മകളെ തനിയെ വിശേഷിക്കുമ്പോൾ പ്രിയ പുത്രദുഃഖം, പുത്രന്റെ വേർപാട് ദുഃഖം, അവിടുത്തെ മകളെ മാനസികമായിട്ട് അവർക്ക് വേണ്ടവരാണ് ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ, ശക്തി പ്രാപിക്കാൻ ദൈവത്തിന്റെ മകളെ സഹായിക്കുന്നു. പ്രത്യാശപ്പെടുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രതിനിധിക്കാരെയും ചാർച്ചക്കാരെയും സഭാജനങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ലൈവ് ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ദൈവങ്ങളെ എല്ലാവരെയും ഓർത്തു കൊടുക്കണമേ. അവർക്കൊക്കെ വേണ്ടി കർത്താവ് ഈ ടെക്നിക്കൽ സൈഡെല്ലാം വളരെ പെർഫെക്റ്റായി ചെയ്യാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ലിലിയുടെ സഹോദരി ഓസ്ട്രേലിയയിലുള്ള പ്രിയ ആശിഷ് പ്രധാനായി കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ ദൈവം അറിയുന്നല്ലോ. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഭയിലെ ജനങ്ങളെ ഓർക്കുന്നു. എല്ലാവരും ദുഃഖത്തിലാണല്ലോ. അവരെ ആശ്വസിപ്പിക്കണമേ. ഇവിടെ പൈലന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവെ. അവരുടെ അവസാന യാത്രയ്ക്കായിട്ട് ഈ ഭവനം ഒരുക്കിയിരിക്കുന്നു, സെബത്തേൽ ഒരുക്കിയിരിക്കുന്നു. ദൈവമേ, യാത്രകളെ ദൈവം സൂക്ഷിക്കണമേ. എല്ലാം ശാന്തമായി ഉന്നതമായി ചെയ്യണമേ. കാലാവസ്ഥയോട് അനുകൂലമായി തന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാം നന്നായി നടത്തിയതിനായി സ്തോത്രം. തുടർന്ന് അവരുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാവരും ദൈവത്തോടും പ്രാർത്ഥനകൾ സ്തോത്രം. യേശുവിൻ നാമത്തിൽ. കണ്ടിടും. മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും. മറുവിലയായി
പുകഴ്ത്താം. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായി തന്നു എന്നോ പ്രത്യേക സന്ദർഭത്തിൽ ദയവായി നിങ്ങൾ സഹകരിച്ചാട്ടെ. ദയവായി ഒരു നിമിഷം ശ്രദ്ധിക്കണേ. ഇവിടെ അല്ല പൊതുദർശനത്തിനായിട്ട് ഭൗതിക ശരീരം വെക്കുന്നത്. നമ്മൾ പുറത്ത് അതിന് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നാം ഈ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. ദയവായിട്ട് പ്ലീസ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം
ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? ഞങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ നീ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയെയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്ന ഈ ഭവനത്തിൻ്റെ ഏക മകൻ, അവൻ്റെ 32-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസ്ഥനിലേക്ക് വേർതിരിക്കപ്പെട്ടു, ചേർക്കപ്പെട്ടു. ദുഃഖമുണ്ട് നമുക്ക്. ചില ക്രമീകരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ദയവായി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. അവിടെ വെച്ചാണ് പൊതുദർശനത്തിനുള്ള സാവകാശം ഒരുക്കിയിരിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സന്തോഷവേളകളിൽ മാത്രമല്ല ഞങ്ങളുടെ ദുഃഖങ്ങളിലും അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പൈതലിന് ഇത്രയും വർഷം ഈ ഭൂമിയിൽ പാർക്കാൻ അവസരം നൽകി ദൈവമേ, അവന് കൊടുത്ത എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ നല്ല യൗവനത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങ് വിളിച്ചു ചേർത്തു. എന്തെന്ന് ചോദിക്കാനുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ല, അങ്ങയുടെ ഇഷ്ടം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ വേർപാടുടെ ദുഃഖത്തെ താങ്ങാൻ ഈ മാതാവിനെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സഭാജനങ്ങളെയും സഹായിക്കണമേ. ഇത് നടക്കുന്ന ശുശ്രൂഷകൾ ദൈവകൃപ കൂടെ ഇരിക്കണമേ. അവന് കഴിഞ്ഞ 30 വർഷം ഇവിടെ പാർത്ത ഭവനമാണ് ഈ ഭവനം. അവനിവിടെ ഓടി കളിച്ച് നടന്ന ഭവനമാണ്. ഇവിടെ പാർത്ത് സന്തോഷിച്ച ഭവനമാണ്. അവൻ്റെ ചേതനേറ്റ ഭൗതിക ശരീരവുമായി ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചാട്ടെ. ഒരു നല്ല യാത്രയപ്പ് കൊടുപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ, ആമേൻ. ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുക. അവിടെയാണ് പൊതുദർശനത്തിന് നമ്മൾ വയ്ക്കുന്നത്. ആ സമയത്തും നമ്മൾ വളരെ ശ്രദ്ധിക്കുക. COVID-19 പ്രോട്ടോക്കോൾ അനുസരിച്ച് കണ്ടവർ ദയവായി അവിടെ നിൽക്കാതെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാനും ഉത്സാഹിച്ചാട്ട്. കൊയർ പാട്ട് പാടിയാട്ട്. ദയവായി നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളോട് സഹകരിക്കണം. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ കണ്ടവർ ദയവായി കാണാത്തവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ പ്ലീസ്. ചേർന്നിടും തീരത്ത് in the sweet by and by we shall meet on that beautiful shore. പാടിക്കോളൂ, കൊയർ പാടിക്കോളൂ. ദയവായി കാണാൻ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കടന്നു വരണം. കണ്ടവർ മറ്റുള്ളവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം.
ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഭവനത്തിന് വെളിയിൽ വെച്ചുള്ള ശുശ്രൂഷകൾ നാം പ്രാർത്ഥിച്ചാരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു യാത്രയയപ്പ് നാം കൊടുക്കുമ്പോൾ ദൈവസഭയ്ക്ക് അതിൻ്റേതായ ഉപദേശങ്ങളും പ്രാർത്ഥനകളും വചന ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും ഇപ്പോഴത്തെ പ്രിയ പൈതലിൻ്റെ ശാരീരിക സ്ഥിതിയും പരിഗണിച്ച് ഒത്തിരി സമയം ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് ഈ ഭൗതിക ശരീരം എടുക്കാൻ പോവുകയാണ്. ഈ ഭവനവുമായി ഞങ്ങൾക്ക് ഈ ദൈവസഭയ്ക്ക് വലിയ ബന്ധമുണ്ട്. പ്രിയ അലക്സാണ്ടർ ദേഹവിയോഗം ഞങ്ങൾക്ക് വലിയ ദുഃഖമായിരുന്നു. പ്രിയ പൈതൽ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞായിരുന്നു അവന്. നല്ല യൗവനത്തിലായിരുന്നു. എന്നാൽ ആ പ്രിയ പൈതൽ പെട്ടെന്ന് ഈ ലോകത്ത് മാറ്റപ്പെട്ട വിവരം നിങ്ങളെല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഞെട്ടലോടെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ചില യാഥാർത്ഥ്യങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റൂ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. നല്ലൊരു യാത്രയപ്പ് നമ്മൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇത് നമ്മൾ നൽകുന്നുണ്ട്. പ്രിയ സാമോന് പാട്ടുകൾ പാടി നമ്മെ സഹായിപ്പാൻ നല്ല ഒരു കൊയറിനെ ദൈവം തന്നു. ഈ ശുശ്രൂഷകൾ ലൈവായിട്ട് വെബ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലുള്ള പ്രിയ ലിലികുട്ടി ആൻറ്റിയുടെ അനുജത്തിയുടെ ഹസ്ബൻഡും അനുജത്തിയും എല്ലാവരും ഈ ശുശ്രൂഷകൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ച് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു, ആ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ആ സഭയുടെ പ്രാർത്ഥനയും കണ്ടോളൻസും അറിയിക്കണമെന്ന്. അവരുടെ പേരിൽ ഞാനത് അറിയിക്കുന്നു. പനവേലിയിലുള്ള ശാലേം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവിടുത്തെ ശുശ്രൂഷകൻ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ കുടുംബമായി പങ്കുചേരുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികം സമയം ഇനി ഞാൻ ശുശ്രൂഷകൾക്ക് വേണ്ടി എടുക്കുന്നില്ല.
ഒരു തിരുവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച അനന്തരം നാം പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഈ ഭൗതിക ശരീരം ഇവിടുന്ന് എടുക്കുകയാണ്. നിങ്ങളാരും വിചാരിക്കരുത് നമ്മളിവിടെ വചന ശുശ്രൂഷയ്ക്ക് സമയമെടുത്തില്ല, വളരെ പെട്ടെന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തു തീർത്തു എന്നൊന്നും ആരും പരാതി പറയരുത്. കാരണം ഞാൻ ആദ്യമേ അത് പറയുന്നതിൻ്റെ കാരണം ശുശ്രൂഷകൾ നിർവഹിച്ചതിന് ശേഷം അങ്ങനെ പരാതിക്ക് പ്രസക്തിയില്ല. എൻ്റെ മേൽ ഒത്തിരി സമ്മർദ്ദമുണ്ട്, പെട്ടെന്ന് ഇത് തീർക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വിശാലമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാതെ തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രാർത്ഥനയോടെ പ്രവേശിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുകയും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ പൈതലിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷിച്ച് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നല്ലോ. ഭവനത്തിൽ വെച്ച് രാവിലെ മുതൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതിനുശേഷമായി കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രാർത്ഥനയോടെ ഭവനത്തിൽ കൊണ്ടുവന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷമായി ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ആ പ്രിയ പൈതലിന് അവസാനമായി ഞങ്ങൾ യാത്രയപ്പ് കൊടുക്കുന്ന ഈ സമയത്ത് ദൈവകൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവിക സമാധാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വേദവചനത്തിലെ 1-2 വചനങ്ങൾ വേഗത്തിൽ വായിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച്, മരിച്ചവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇന്ന് പകൽക്കാലം ഈ പ്രിയ പൈതലിന് നാം അവസാനമായ ഒരു യാത്രയപ്പ് നൽകാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവിസ്തരമായൊരു ശുശ്രൂഷകൾക്ക് ഞങ്ങളിവിടെ മുതിരുന്നില്ല. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കരിക്കത്തായ്പുള്ളവരുള്ള ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സെമിട്രി അവർക്ക് വേണ്ടി അവിടെ സെല്ലുലാർ ഞങ്ങൾ പണിഞ്ഞ് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള നിർവാഹമില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അങ്ങോട്ട് പോകാവൂ. യാത്രയിൽ ആംബുലൻസിനോടൊപ്പം കൊയറിനോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളെ അനുഗമിക്കാവുന്നതാണ്. എല്ലാ ക്രമീകരണങ്ങളും നാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പാണ് മരണം. ഇന്നല്ലേ നാളെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ നമ്മൾ മാറ്റപ്പെടുന്ന സമയത്ത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. പ്രിയ സാമോന് കഴിഞ്ഞ 32 വർഷം ഈ ഭൂമിയിൽ പാർത്തു. അവന് ദൈവം നല്ല ആരോഗ്യം നൽകി, നല്ല വിദ്യാഭ്യാസം നൽകി, അവന് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ദൈവം അവനെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് കൊണ്ടു. പ്രിയ മാതാവിനെ ബലപ്പെടുത്തട്ടെ, സഹോദരങ്ങളെ, കുടുംബങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകലാശ്വാസങ്ങളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുടെ അടുത്ത് വരുന്നു. ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കർത്താവെ ഒരുമിച്ച് കടന്നു വരാൻ ഇടയായത് അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് മാനുഷികമായി കഴിവില്ല. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രിയല്ലുകുട്ടി ആൻറ്റിയെ ആശ്വസിപ്പിക്കണമേ. ഒരു മാതാവ് എന്ന നിലയിൽ അവിടുത്തെ മകളെ ധൈര്യപ്പെടുത്തിക്കൊള്ളണമേ. അങ്ങ് കൂടെ ഇരിക്കണമേ. സൈനയും കുടുംബമായിട്ട് ദൈവം ആശ്വസിപ്പിക്കണമേ. ദൈവിക ആശ്വാസം കൊണ്ട് ദൈവം നിറയ്ക്കണമേ. മറ്റ് ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ എല്ലാം ദൈവം ബലപ്പെടുത്തണമേ. സൈനയെ കുടുംബമായിട്ട് ആശ്വസിപ്പിച്ചാട്ടെ. മറ്റ് ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കണമേ. അവൻ ജനിച്ചു വളർന്ന ഭവനം, അവൻ ജീവിച്ച ഈ ഭവനം, ഞങ്ങളുടെ പ്രിയ സാമോൻ വളർന്ന ഈ ഭവനം, അവന് ഞങ്ങൾ അവസാനമായി യാത്രയപ്പ് നൽകുകയാണ്. കർത്താവെ, നിർജ്ജീവമായ ശരീരത്തോടെ അവന് ഞങ്ങൾ യാത്ര അയക്കുന്നെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രിയ പൈതൽ ജീവിക്കും. അപ്പോൾ തന്നെ ഒരു പ്രത്യാശയും ഞങ്ങൾക്കുണ്ട്. അതനുസരിച്ച് ഞങ്ങൾക്ക് അതിൽ വിശ്വാസവുമുണ്ട്. ദൈവാത്ഭുതങ്ങളെ ചെയ്താട്ടെ. ഈ കുടുംബങ്ങളെല്ലാം ആശ്വസിപ്പിച്ചാട്ടെ. ഈ കാര്യങ്ങൾ അറിഞ്ഞ് അന്ന് മുതൽ ഇതിനെ പിന്നെ അധ്വാനിച്ച ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ശുശ്രൂഷയെ സഹായിച്ചവരുണ്ട്, പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ചവർ, ഈ ലൈവ് വെബ്കാസ്റ്റ് ചെയ്യുന്ന JB ലൈവ് പ്രൊഡക്ഷൻ, അതുപോലെ മറ്റ് സ്റ്റിൽസ് എടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ,
മറ്റ് ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. സെമിട്രിയിൽ കടന്നു പോവുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു പോവുകയും ആംബുലൻസ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഭൗതിക ശരീരം ഞങ്ങൾ സെമിട്രിയിലേക്ക് എടുക്കുന്നു. ദൈവം അവിടെ പ്രാർത്ഥനയോടെ സംസ്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ പ്രിയ പൈതലിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ഇപ്പോഴെന്ന പോലെ കർത്താവിൻ്റെ വരവരിയ്ക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു. ഈ ഭൗതിക ശരീരം ഇനി നമ്മൾ സെമിട്രിയിലേക്ക് എടുക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ വന്ന് വേഗത്തിൽ ഇത് ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റാം. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത ആ കുടുംബാംഗങ്ങൾ മാത്രം സെമിട്രിയിലേക്ക് വന്നാൽ മതിയാകും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സാമിൻ്റെ നിര്യാണം എന്നെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. പ്രധാനമാണ് എൻ്റെ എനിക്കറിയില്ല, എൻ്റെ മോൻ്റെ കൂടെ വിദ്യാഭ്യാസം ചെയ്യുന്നതാണ്. അതിനേക്കാളേറെ എൻ്റെ സഹോദരി പുത്രൻ്റെ പുത്രനാണ്. പഴയ കാലത്തുള്ള ബന്ധം ഞങ്ങൾ സ്ഥാപിച്ച അല്ലെങ്കിൽ ചിന്തഞ്ഞ് നടന്ന ഒരു വിഭാഗം ആളുകളാണ് പഴയ തലമുറ. ഇന്ന് പലർക്കും അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് സ്വന്തം സഹോദരിയുടെ മക്കളും അതുപോലുള്ള ആളുകളുമൊക്കെ ഉള്ള അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ സാമിനെ സംബന്ധിച്ച് എനിക്ക് അടുത്തറിയാം. സാമിൻ്റെ പിതാവ് രാജു, ജ്യേഷ്ഠൻ ജോയിച്ചാൻ, അതോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ ഈ കണ്ണികളെ മൊത്തം ഇങ്ങനെ സംയോജിപ്പിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രായത്തിൽ കൂടിയാണെങ്കിലും ഇപ്പോൾ എൻ്റെ സഹോദരി പൊന്നമാമ, അജി, ഇവരെല്ലാം ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വികാരമായിരുന്നു പഴയത്. ഇങ്ങനെയുള്ളൊരു ബന്ധമാണ് സാമും ഞാനും തമ്മിലുള്ളത്. ഞാൻ അധ്യാപകനായിരിക്കുന്ന സെൻറ്റ് മേരീസിലെ കുട്ടിയായിരുന്നു. മോനും ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ 32-33 വയസ്സായി. ഇവരെല്ലാം ഇങ്ങനെ പലപ്പോഴും കണ്ടും കേട്ടും ആശ്വസിപ്പിച്ച് കഴിയുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. ഇവനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായം എനിക്കുള്ളത്. പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചത് എനിക്കറിയത്തില്ല. എങ്കിലും ഈ കുടുംബത്തോടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുന്നു. അത്രമാത്രമേ എനിക്കിപ്പോൾ കഴിയുള്ളൂ. ശുശ്രൂഷകൾ അവസാനിച്ചു. വോട്ട് താങ്ക്സും ഈ ഭവനത്തെ പ്രതികരിച്ച് മോനെ ഓക്കെ. അപ്പം ഈ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള സ്നേഹവും ഷിബു പറയാം. ഓക്കെ, അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. നമുക്ക് ഈ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അന്ത്യചുംബനത്തിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നില്ല. ദൂരെ നിന്ന് കണ്ട് മോനോട് യാത്ര പറയാം. അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് എടുത്ത് വയ്ക്കണം. സെമിത്തേരിയിലേക്കുള്ള വഴി അറിയാവുന്ന ഒരാൾ ആംബുലൻസിലുണ്ടായിരിക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ഇനി സമയമില്ല. പെട്ടെന്ന് നമുക്ക് അവിടെ ചെന്നും ശുശ്രൂഷിക്കണം. മഴ പെയ്യുന്നതിന് മുമ്പ് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയും വേണം. അന്ത്യചുംബനത്തിന് നമ്മൾ സമയം എടുക്കുന്നില്ല. ജസ്റ്റ് മോൻ്റെ ശരീരത്തെ ഒന്ന് സ്പർശിച്ച് ഒരു യാത്രയാക്കാം. ഓക്കെ.
ശരീരം മണ്ണോടു ചേർന്നാലുമേ മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ ആയെന്താനന്ദം ആയെന്തു മോദമേ ആയെന്താനന്ദം ആയെന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ മാർവിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയൻ മാർവിൽ ഞാൻ ചാരും നേരത്തിൽ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ ഈ പാഴുലോകത്തിൽ ആശയെന്തഹോ ഈ പാഴുലോകത്തിൽ എനിക്കാശയെന്തഹോ പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ ആയെന്താനന്ദം ആയെന്തു മോദമേ ആയെന്താനന്ദം ആയെന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ സ്വർഗീരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേ ശുരാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരനേ ശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ
സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നമുക്ക് ദയവായി കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ശുശ്രൂഷ അനന്തരം നമുക്ക് അതിനോട് ക്രമീകരണങ്ങൾ ചെയ്യാം. സഹോദരങ്ങളെ, ഒരു 10 നിമിഷങ്ങൾ ശുശ്രൂഷകൾക്ക് ശേഷമായി നമുക്ക് അത് കാര്യങ്ങൾ നിർവഹിക്കാം. ദയവായിട്ട് പ്ലീസ് ശ്രദ്ധിച്ചാൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ മഹത്വപ്പെടട്ടെ. നമുക്ക് വളരെ പ്രിയനായിരുന്ന പ്രിയ പൈതല് പ്രിയ സാമ അവന്റെ 32ാമത്തെ വയസ്സിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം നിമിത്തം ഈ ലോകത്ത് മാറ്റപ്പെട്ടതുവരെ നമ്മൾ അറിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളായി ഭവനത്തിലും മറ്റും പ്രാർത്ഥനകൾ നാം ക്രമീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ട പൈതലിന്റെ ഭൗതിക ശരീരമായി ഗവൺമെന്റ് ഫോർമാലിറ്റീസിലേക്ക് നമ്മൾ കടന്നുപോയി. യാത്രയിലെല്ലാം ദൈവം സൂക്ഷിച്ചു. ഭവനത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷയിലും ദൈവകൃപ കൂടെ ഇരുന്നു. നമ്മൾ സെമിട്രിയിലേക്ക് കടന്നു വന്ന് ഈ പ്രിയ പൈതലിന് അന്ത്യയാത്ര നൽകുവാനായി നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും അടുത്ത് ചെല്ലാം. ദൈവത്തിന്റെ വചനത്തിലെ ചില വചനങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വായിക്കുന്നു. നേരത്തെ നിങ്ങൾ ഓർപ്പിച്ച പോലെ അധികം സമയങ്ങൾ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ എടുക്കുന്നില്ല. ചില വചനങ്ങൾ വായിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. മഴ നനയാതെ സഹോദരിമാർക്ക് ഈ ഭാഗത്തേക്ക് മാറി നിൽക്കാം. ചില വചനങ്ങൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 12 മുതൽ 26-ാമത്തെ വാക്യം വരെ വായിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിലോ? ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് സാക്ഷികൾ എന്ന് പറയും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യക്തമത്രേ. നിങ്ങളിന്ന് നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചു പോയി. നാം ഈ ആശയം മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിലോ സകല മനുഷ്യരിൽ നിന്ന് ചരിത്രമാകാത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ദയവായി ഈ സാമോന്റെ മുഖം മൂടിയാട്ട്. ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തനെ പൊഴിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും മറന്നു ചെയ്യുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഉയർത്തും സുപ്രഭാതത്തിൽ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തിൽ ഉയർക്കുകയും ഈ താഴ്ചയുള്ള ശരീരം തേജസ് ഉയർക്കുകയും ഈ ബലഹീനതയുള്ള ശരീരം ശക്തി ഉയർക്കുകയും പ്രാകൃത ശരീരം ആത്മീയ ശരീരമായി ഉയർക്കുകയും ഈ ശരീരം അക്ഷരമായതും സ്വർഗീയമായതും രൂപാന്തരപ്പെട്ട് സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് ഉയർത്തും സുപ്രഭാതത്തിൽ
പുനരുദ്ധാനം പ്രാപിച്ച് ഓഹരി പ്രാപിക്കാൻ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ പൈതൽ സാമും കാണുമെന്നുള്ള വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഭൗതിക ശരീരം മണ്ണിനായും പൂഴിക്കായും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദയവായി പെട്ടി അടച്ചാട്ടം. മണ്ണിനായി കോഴിയിലേക്കും ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കോഴിയിലേക്കും മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളി ചെയ്തിരിക്കുന്നു. ഇനി ദയവായി അപ്പയ്ക്ക് കിടക്കാം. അന്യ കണ്ടുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ടുകൊണ്ടല്ലേ ഞാൻ എന്റെ ദൈവത്തെ സഹോദരന്മാരെ പോകരുത്. അവന്റെ വേലയും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കാൻ ഇടവരുമാറാകട്ടെ. എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നന്മയ്ക്കായും ജീവനായും നന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനായിരിക്കും. പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ഈ ഭൗതിക ശരീരം ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമായ സംഗീത നൽനീരുറവ പോൽ സമാധാനമോ അലമാല പോൽ ദുഃഖമോ എന്തെന്തു വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാനെല്ലാമെൻ നന്മയ്ക്കായി പാടിയിടും സ്തോത്രം ഞാൻ പാടിയിടും നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കായി. പിശാചിൻ തന്ത്രങ്ങൾ പരീക്ഷകളും എൻ ജീവിതേ ആഞ്ഞടിച്ച ചെഞ്ചോര ചൊരിഞ്ഞ എൻ ജീവനാഥൻ എൻ പക്ഷം ഉള്ളതാ ജയമേ പാടിയിടും സ്തോത്രം